വെൽക്കം ബാക്ക് ടു ദി ഹങ്കർ ട്രാവലർ. ഇന്ന് നമുക്കൊരു എക്സ്പ്രസ് സാമ്പാർ റെസിപ്പി കണ്ടാലോ? സാമ്പാർ പൊടിയൊന്നും ഇല്ലാതെ, അധികം കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി. ഇഡ്ലിയുടെയും ദോശയുടെയും ചോറിൻ്റെ ഒപ്പമൊക്കെ അടിപൊളിയായിട്ട് പോകുന്ന ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. 1/2 കപ്പ് തൂവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് ആദ്യം തന്നെ നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കാം. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് ചെറിയുള്ളി നന്നാക്കിയതും 1/4 കപ്പ് വെളുത്തുള്ളി നന്നാക്കിയതും. ഉള്ളി എത്ര എടുക്കുന്നോ അതിൻ്റെ പകുതിയാണ് നമ്മൾ വെളുത്തുള്ളി എടുക്കുന്നത്. അതിലേക്ക് 2 തക്കാളി ഇതേപോലെ നമ്മൾക്ക് ചെറുതായിട്ടോ നീളത്തിലോ കട്ട് ചെയ്തിട്ട് ഇടാം. ഇതിലേക്ക് വേറെ കഷ്ണങ്ങളൊന്നും ഞാൻ ഇടുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങോ അല്ലെങ്കിൽ ഒരു വഴുതനങ്ങയോ ഒക്കെ ഇതിനകത്തേക്ക് ഇടാവുന്നതാണ്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കുന്നതായതുകൊണ്ടാണ്. അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിക്കുകയാണ്. ഏകദേശം 3 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആവിയൊക്കെ പോയ ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ പരിപ്പൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂണ് മുളക് പൊടിയും 1 വലിയ സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടി ഇട്ടിട്ടുണ്ട്. കായപ്പൊടി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇടാം കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ തീ കത്തിച്ചിട്ടുണ്ട്. കായപ്പൊടി ഞാൻ പറഞ്ഞ പോലെ ഇത് പൊടി ആയതുകൊണ്ടാണ് ഇത്ര അധികം ചേർക്കുന്നത്. നിങ്ങൾ ഒറിജിനൽ കായം വാങ്ങിച്ച് പൊടിച്ചതാണെങ്കിൽ ഇത്ര അധികം ചേർക്കേണ്ടി വരില്ല. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ, അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ പുളിക്ക് ആവശ്യമായിട്ടുള്ള വാളംപുളി ഇവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പുളിക്ക് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി അത് അവിടെ ഇരുന്ന് തിളക്കട്ടെ. അതിൻ്റെ ഇടയിൽ നമുക്ക് താളിപ്പിടാം. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടാക്കി 1 ടീസ്പൂൺ കടുക് പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും കൂടെ പൊട്ടിച്ചിട്ട് ഒരു 5-6 മുളകും കൂടെ വറ്റൽമുളകും കൂടെ അതിനകത്തിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് കുറുകി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കണം വേണ്ടത്. ഇത് നന്നായിട്ടൊന്ന് കട്ടിയാവണം കേട്ടോ, ഒരുപാട് വെള്ളം പോലെ ഇരിക്കാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് കുറുകി കട്ടിയായി വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത ശേഷം നമ്മളുടെ താളിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചില ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് കഷ്ണം ഇട്ടിട്ട് സാമ്പാർ വയ്ക്കും. അതിനേക്കാളും അടിപൊളി ടേസ്റ്റാണ് ഇത്. നമ്മുടെ ഇവിടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയും ഇന്ന് സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന്. പ്രത്യേകിച്ച് ചെറിയ ഉള്ളി ഇട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് സാമ്പാർ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയില്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.